സീരീസ് ഞാൻ ആൻഡ്രോയിഡ് മൊബൈലിൽ കളിക്കാൻ പോവാണ്. അതായത് മൊബൈലിൽ എന്ന് പറയുമ്പം പണ്ടത്തെ അത് ഡെഫിനിറ്റൻ എഡീഷനല്ല. ഒത്തിരി പേര് പറഞ്ഞ് എപ്പോഴും ഡെഫിനിറ്റൻ എഡീഷനാണ് കളിക്കുന്നത്. പണ്ടത്തെ സീസൺ ആൻഡ്രോയിഡ് കളിക്കണമെന്ന് ഒത്തിരി പേര് പറഞ്ഞു. അതുകൊണ്ടാണ് എപ്പോഴും എന്തോ ഇങ്ങനെ വരുന്ന കേസ്. എനിക്കതാ ഇഷ്ടപ്പെടാത്ത. സ്റ്റോറി ഒന്ന് മരിക്ക് നിർത്തിയാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു കേസ്. ആ സ്റ്റോറിയിലാണ് സ്റ്റോറി കണ്ട് മടുത്ത്. പിന്നെ എനിക്ക് പണ്ടത്തെ കളിച്ച് ശീലമേ ഉള്ളു. അവരെല്ലാം ഞാൻ മറന്നു. സാൻ ആൻഡ്രിയാസിൽ എന്തൊക്കെയാണ് വേണ്ടത്. ലാഗ് അടിക്കുന്നുണ്ട് ചെറുതായിട്ട്. നമ്മൾ കാര്യമാക്കുന്നില്ല, നമ്മൾ ലാഗൊന്നും കാര്യമാക്കുന്നില്ല. ബിക്കോസ് ലാഗ് എന്ത് ലാഗടേ. 10 പെന്നിയുടെ മുഖം നോക്കടേ. ആ 10 പെന്നിക്ക് പണ്ടേ ആനയ്ക്ക് കണ്ണെടുത്താൻ കണ്ടില്ല. 10 പെന്നി എന്തൊരു പണിയായി കാണിക്കുന്നത്. ഡ്രഗ് മണിയാണ്. ഓരോ ഡ്രഗ് മണിയല്ല, 10 പെന്നിയുടെ കയ്യിലാക്കി ശരിക്കും പറഞ്ഞോളൂ ഡ്രഗ് മണി. അയ്യോ നമ്മളടുത്ത് പോലീസുകാരന്മാർ കാറിൽ കയറാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടാം കേസ്. ഓക്കെ, ഓടി ചെറുതായിട്ട് മൂട്ടായിപ്പോയായിരുന്നു. ഓക്കെ, നമ്മൾ കാര്യമാക്കുന്നില്ല. ഓഡിയോ മൂട്ടായെന്നാൽ നമ്മളെന്താ ചെയ്യാനാണ്? നമ്മൾക്ക് ഓഡിയോ ഒന്നും മൂട്ടാൻ നമുക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ ലാഗടി കാണിക്കുന്നത് ഈ മൊബൈലിലൊക്കെ. വൈസിറ്റി തന്നെ കൂടുതൽ ലാഗൊന്നും ഇല്ല. ബിക്കോസ് വൈസിറ്റി അത്യാവശ്യം നല്ലതാണ്. എന്നാലും ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ ഗ്ലിച്ചൊക്കെ സിമ്മൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഷിറ്റ് വി ഗോ അഗെയിൻ. ഇപ്പം പറഞ്ഞു. ഷിറ്റ് വി ഗോ അഗെയിൻ. വേസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ്, റോഡിങ് ഹൈറ്റ്സ് എന്തൊക്കെയോ പറയുന്ന സീജ് എനിക്കറിയാം. പണ്ടത്തെ ആ ഡയലോഗ് മാത്രം എനിക്കറിയാം. വേറെ എന്തൊക്കെയാ സൈക്കിൾ ഔട്ടി പോകണം നമ്മൾ. ഡിഫറൻറ്റ് എഡീഷൻ ഈ സൈക്കിളല്ല, വേറെ സൈക്കിളോ. ഓക്കെ, ലെറ്റ്സ് ഗോ. കയറിക്കോ ഇവിടെ. ലെറ്റ്സ് ഗോ. ഒന്ന് വെയിറ്റ് ചെയ്യണം. എനിക്ക് കുറച്ച് ബട്ടൺസിൻ്റെ ഇത് കൺട്രോൾ ചെയ്യാനുണ്ട്. പ്ലീസ് വെയിറ്റ്. എന്തോ ഓക്കെ, അതെടുക്കാം. നമുക്ക് നേരെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇന്ത്യൻ ബൈക്കിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അയ്യോ ഇടിച്ചവരെന്നെ ഇഴും പറഞ്ഞാൽ. ലെറ്റ്സ് ഗോ. മാപ്പ് മിന്നുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഞാൻ ഇറങ്ങിയപ്പം മാറി. ഇതാണ് ഗീസ്. എടുത്തേക്കണം. ഇതിൻ്റെ ഹെൽത്ത് പോകൂടാ. ഇന്ത്യൻ ബൈക്കിലാണെങ്കിൽ ഹെൽത്ത് പോകും. ഇപ്പം ഹെൽത്ത് പോയില്ല, അതെന്തോ കാര്യമായി. ഇന്ത്യൻ ബൈക്കിലാണെങ്കിൽ അങ്ങനെയല്ല. ലെറ്റ്സ് ഗോ. മാറും ചേട്ടൻ. മാറേണ്ട ആവശ്യമൊന്നുമില്ല ചേട്ടാ, ഞാൻ പോയിക്കോളാം. തന്നെ ഈ ഗെയിമിൻ്റെ ക്ലാരിറ്റി ഇല്ലാത്തൊരു ഗെയിം തന്നെയാണ്. നീ ചെയ്യണം. മാപ്പൊന്ന് നോക്കിക്കോട്ടെ. മാപ്പൊക്കെ എല്ലാം കുഞ്ഞതാണ്, നമുക്ക് കാര്യമൊക്കെ ഇല്ല. നമുക്ക് പോകേണ്ട സ്ഥലമാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ മിഷൻ ഇല്ലാതെ കളിക്കുമെന്ന് പറഞ്ഞായിരുന്നു ഗേസ്. ഓക്കെ, നമ്മൾ നേരെ എങ്ങനെ പോകും. നമ്മളെ മുമ്പിൽ ഒരു കാർ വരും, നമ്മളതിനെ വെട്ടിച്ച് പോകും. അത്രയേ ഉള്ളൂ. ഒരു ട്രെയിൻ പോകുന്ന സ്ഥലമാണോ ഗേസ് ഇത്? മോനെപ്പോൾ ഈ പാലം എങ്ങനെ ഇടിഞ്ഞു വീണ്, ട്രെയിൻ എങ്ങനെ ഇടിഞ്ഞു വീണ് ഇങ്ങനെ ആകുമ്പോഴോ. റിയൽ ലൈഫിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ കത്തം ടാറ്റ ബൈ ബൈ ആയിരുന്നു നമ്മളെല്ലാവരും. നമ്മൾ കാര്യം നോക്കുന്നില്ല. ലെറ്റ്സ് ഗോ. മെസ്സേജ് ഉണ്ട് ഗേസ്. എന്തോ മെസ്സേജാണ്? പീപ്പിൾ ഓൺ ദ സ്ട്രീറ്റ് ബിൽഡ് ആ കാറിൽ. ഓക്കെ, എന്തോത്തിനാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? അമ്മാൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് എന്താണ് വരി വന്ന് നിൽക്കുന്നത്? ചീരിങ്ങ അമ്മ വരി വന്ന് നിൽക്കുന്നത് എന്താണ്? വട്ടാ ചത്തോ ഇനി കൊല്ലാണ്ട് ആവശ്യമില്ല. ബ്ലഡ്
പൈസ എടുത്തേക്കാം നമുക്ക്. പൈസ മുഖ്യം ബിഗിലേ, പൈസ മുഖ്യം. ലെറ്റ്സ് ഗോ. ഇരിക്കല്ലേ, റെഡ് ലൈനിൽ പോകണം നമുക്ക്. അടുത്ത് നമ്മളെ അമ്മേനെ കണ്ടിട്ട് വരാം ഗൈസ്. അമ്മേനെ ഫോട്ടോ കണ്ടിട്ട് വരാം. നമ്മളെ പി സി ഒക്കെ എല്ലാം കാണും. അതാണ് നമ്മളെ PC. അല്ലോ PC ഞാൻ കണ്ടില്ല. അതാണ് നമ്മളെ PC, പണ്ടത്തെ PC. എൻ്റെ PC അല്ല, ഫോട്ടോയാ PC. ആ PCക്ക് ഇപ്പോഴും കളിക്കാൻ പറ്റും ഗൈസ്. CJക്ക് എനിക്കറിയത്തില്ല, ഞാൻ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോപ്പ് ഇറ്റ്. വാട്ട് ആർ യു ഡൂയിങ് കാൾ ബ്രെയിൻ എന്തൊക്കെയോ പറയുന്നു. അവൻ്റെ CJയുടെ പേരെനിക്ക് അറിയത്തില്ല, ഫുൾ ഫോം. ഞാൻ പണ്ടെങ്ങാണ്ട് കാർല് ജോമനോ അങ്ങനെങ്ങാണ്ടാണ് പേര്. CJയുടെ ഫുൾ ഫോം അറിയാവുന്നവരൊന്ന് കമൻ്റ് ഇടുക ഗൈസ്. ഓക്കെ, ഇത് കാർല് ജോമൻസ് അങ്ങനെങ്ങാണ്ടാണ് പേര്. കാർലെന്ന് മാത്രമേ എനിക്കറിയാം. പണ്ടത്തെ ഗെയിമല്ലേ, എല്ലാം മറന്നു. ഓ എന്നെ അടിക്കല്ലേ ചേട്ടാ, ഞാൻ CJ ചേട്ടാ നമ്മൾ പറയും കേസ് അങ്ങനെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ബിഗ് സ്മോക്ക് ഇപ്പോൾ പറയും CJ മൈ ഡോഗ്, മലയാളത്തിൽ CJ അല്ലേ പട്ടി എന്നാണ്. ഒക്കെ അറിയാലോ, CJ എന്നൊക്കെ പറയുന്നത്. CJയുടെ മുഖം കണ്ടോ കേസ്? CJയുടെ മുഖം കാണുമ്പോൾ ഇരിക്കണ്ടേ ആരും ഓർമ്മ വരുന്നത്? ടോമിയുടെ പറ്റിയില്ല, ടോമിയുടെ ആൾക്കാരില്ലേ ഗേസ്? ടോമിയുടെ മറ്റുള്ള ആൾക്കാർ ഓർമ്മ വരും. അതായത് ടോമിയുടെ എന്താ ഇപ്പം പറയടാ, ടോമിയുടെ ഇല്ലേ, ടോമിയുടെ വണ്ടി, ടോമി മിഷൻ എങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ വണ്ടിയിൽ 2 പേര് ഇരിക്കത്തില്ലേ, അതിനകത്ത് ഒരാളാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. കഥ തുറന്നിട്ട് പോവാന്ന് തോന്നുന്നു. ഓക്കെ, സോ വണ്ടി എടുത്തിട്ട് പോകണം നമുക്ക്. നൈസ് കാർ. ഓക്കെ, നമ്മളെ കൺട്രോളിൽ എത്തിയില്ല. ഗൈസ്, ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മൾ കൺട്രോളിൽ എത്തിയായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ കുറച്ച് നല്ലപോലെ നോക്കാമായിരുന്നു. പക്ഷെ നമ്മളെ കൺട്രോൾ ഇതുവരെ എത്തിയിട്ടില്ല. ലെറ്റ്സ് ഗോ. ഓക്കെ, CJ കരയുന്നു ഗൈസ്. CJ കരയുമ്പോൾ എനിക്കും കടച്ചിട്ട് വരും. നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ CJയുടെ നിക്കോൻ്റെ ഫാനാണ്. ഓക്കെ, ടോമിയുടെ, പിന്നെ മറ്റേ ക്ലൗഡ്, സംസാരിക്കാൻ പറ്റാത്തവൻ്റെ ക്ലൗഡിനെ ഞാൻ കളിയാക്കണം ഗേസ്. GTA 3-ലില്ലാത്ത ഫീച്ചർ വേറെ എവിടെയും കാണത്തില്ല. ബിക്കോസ് നമ്മൾ മരിക്കുമ്പോൾ NPC എല്ലാം നമ്മളെ കാണാൻ വേണ്ടി ഓടി വരും. GTA 5 അങ്ങനെയൊന്നും നോക്കത്തില്ല. NPC ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. റിയലിസ്റ്റിക് ഫിസിക്സ് ആയ GTA 4-ലും Vice Cityയിലും ഒന്നും അങ്ങനെ ഇല്ല ഗേസ്. ആപ്പാടെ ആ GTA 3-ൽ ആ ഫീച്ചർ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ GTA 3-ൽ ഇരട്ടകളെ വെക്കാറുണ്ട് ഗേസ്. 3, 4, 5 ഇരട്ടകളെങ്കിലും വെക്കും അവന്മാർ. അതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഡെഫിനറ്റ് എഡീഷനിൽ കുറച്ചുകൂടെ നല്ല ആക്കിയിട്ടുണ്ട്. മോനെ പൊളി. പണ്ടൊക്കെ ഞാൻ ഒത്തിരി സനാൻഡ്രസിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. 2 സനാൻഡ്രസിൻ്റെ വീഡിയോ, ഡെഫിനറ്റ് എഡീഷന് 3 എണ്ണം, ഇതിൻ്റെ ഒരെണ്ണം ഞാൻ ഇട്ടോളൂ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗേസ്. ഓക്കെ, ബൈ.